പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ. വചനധ്യാനത്തിലേക്ക് സ്വാഗതം. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം യെശയ്യാ 1-ാം അധ്യായം 19-ാം വാക്യം. അനുസരിക്കാൻ സന്നദ്ധമെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അനുസരിക്കാൻ സന്നദ്ധമെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. ആരെ അനുസരിക്കാൻ? ദൈവവചനമനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. യേശു കർത്താവേ നന്ദി, യേശു കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise you, worship you, Jesus Christ. Adore you, Jesus Christ. Love you, Jesus Christ. Hallelujah, hallelujah, hallelujah. എപ്പോഴും എനിക്ക് ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, ഇതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വരുന്നത് ആ പ്രൊഡിഗൽ സൺ, അല്ലെങ്കിൽ ആ മുടിയനായ പുത്രൻ്റെ ഉപമ. അവൻ സ്വന്തം പിതാവിൻ്റെ ഭവനത്തിൽ ഐശ്വര്യത്തോടെ വാഴുകയായിരുന്നു. അപ്പോൾ സാത്താൻ അവനിൽ ഒരു ചിന്ത, ഞാൻ ഈ അപ്പനെ ഡിപ്പെൻഡ് ചെയ്ത് എന്തിനിങ്ങനെ ജീവിക്കണം, ഞാൻ അപ്പനേക്കാൾ കേമനാണ്, എനിക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അറിയാം എന്നൊക്കെ പറഞ്ഞ് അപ്പൻ്റെ ആ ഒരു നിയന്ത്രണത്തിലും സ്നേഹത്തിൽ നിന്നൊക്കെ വിട്ടകന്ന് അവനവൻ്റെ സ്വത്ത് വാങ്ങിച്ച്, അവൻ്റെ ഭാഗം വാങ്ങിച്ച് അവൻ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. അവൻ എല്ലാവിധ സുഖങ്ങളുടെയും പുറകെ പോകുന്നു. അവസാനം അവൻ പന്നിക്കൂട്ടിൽ പന്നികൾ കഴിയുന്നത് പോലെ പന്നിക്കൂട്ടിൽ പന്നികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് വളരെ മോശമായ രീതിയിൽ അവൻ ചെന്നെത്തുകയാണ്. അവിടെ കിടന്നുകൊണ്ട് അവൻ ആലോചിക്കുകയാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഞാൻ എത്ര സുഖമായിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോഴത്തെ എൻ്റെ സ്ഥിതി എത്ര മോശം. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലെ ഭൃത്യന്മാർ പോലും ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയേക്കാൾ നന്നായിട്ടാണല്ലോ ജീവിക്കുന്നത് എന്ന ചിന്ത അവനെ പിടികൂടുകയാണ്. അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മൾ ഒരു പാപത്തിലേക്ക് തെന്നി വീഴുമ്പോൾ ഒരു കുറ്റബോധം നമ്മളിൽ ഉടലെടുക്കുകയാണെങ്കിൽ, ഒരു നിരാശ നമ്മളിൽ ഉടലെടുക്കുകയാണെങ്കിൽ, അബ്ബാപിതാവിനെ ഞാൻ ധിക്കരിച്ചുവല്ലോ, തെറ്റായിപ്പോയി എന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉടലെടുക്കുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇപ്രകാരം ചിന്തിച്ച മുടിയനായ പുത്രൻ ആ പന്നിക്കൂട്ടിൽ നിന്ന് എഴുന്നേറ്റ് പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ പിതാവ് അകലെ നിന്ന് തന്നെ ഇവനെ കണ്ടു. ഓടി വന്ന് ഇവനെ ആശ്ലേഷിച്ചു, സന്തോഷിച്ച് ആനന്ദാശ്രു പൊഴിച്ചു. ഇവനെനിക്ക് നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ എനിക്കിവനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്ന് സദ്യ ഒരുക്കുകയാണ് പിതാവ്. അവന് നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ചു, കൊഴുത്ത കാളക്കുട്ടിയെ കൊന്ന് സദ്യ. പാപാവസ്ഥയിലേക്ക് പോയ നമ്മൾ വീണ്ടും അബ്ബാപിതാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു. പിന്നെ അവിടെ ഒരു ഭൂതകാലമില്ല. നമ്മുടെ പാപങ്ങളുടെ നിറം എത്ര കടും ചുവപ്പാണെങ്കിലും പശ്ചാത്തപിച്ചാൽ അതെല്ലാം വെണ്മയുള്ളതായി തീരും എന്ന ഒരു പ്രോമിസ്, അത് ക്രിസ്തു അനുയായികൾക്ക് മാത്രം ലഭിച്ചിട്ടുള്ള
ഒരു സ്പെഷ്യൽ പ്രിവിലേജാണ്. വീണിടത്ത് നിന്ന് നമ്മൾ എണീക്കണം. അപ്പോൾ നമ്മൾ എപ്പോഴും നമുക്ക് പാപം ചെയ്യുമ്പോൾ കുറ്റബോധം തോന്നുകയാണെങ്കിൽ അതിനർത്ഥം നമ്മുടെ പേര് നോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. നമ്മൾ ആബാപിതാവിൻ്റെ മക്കളാണ്. അതുകൊണ്ടാണ് നമുക്ക് ആ കുറ്റബോധം തോന്നുന്നത്. കുറ്റബോധമില്ലാതെ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. അടുത്ത് ഒരു മമ്മൂട്ടി സിനിമ വന്നു. അതിനകത്ത് പറയുന്ന കൊലപാതകം ചെയ്യുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നു. കുറ്റബോധമല്ല, സന്തോഷം തോന്നുന്നു. എന്തൊക്കെ വൃത്തികെട്ട തീമുകളാണ്. അതിന് കൈയടിക്കാൻ ആളുകൾ. സൊസൈറ്റിക്കൊക്കെ വളരെ മോശപ്പെട്ട സന്ദേശമൊക്കെ കൊടുക്കുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടി അതും ഏറ്റെടുക്കാൻ ആളുകൾ. കൊലപാതകം ചെയ്യുമ്പോൾ സന്തോഷം. പക്ഷെ ഇവിടെ പറയുന്നു, ക്രിസ്തുവിൻ്റെ വലയത്തിലായിരിക്കുന്നവൻ കുറ്റം ചെയ്താൽ അവന് കുറ്റബോധമുണ്ടാകും. നമുക്ക് കുറ്റബോധം തോന്നുകയാണെങ്കിൽ, പാപം ചെയ്യുമ്പോൾ കുറ്റബോധം തോന്നുകയാണെങ്കിൽ അതിനർത്ഥം നമ്മൾ ക്രിസ്തുവിൻ്റെ വലയത്തിലാണ്. അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് തന്നെ നമ്മൾ എടുക്കണം. ഈ കുറ്റബോധത്താൽ നിരാശരാകാതെ നമുക്ക് കുറ്റബോധം തോന്നുന്നത് നമ്മൾ ക്രിസ്തുവിൻ്റെ മകനും മകളും ആണെന്നുള്ള ചിന്ത നമ്മളെ വീണെടുത്ത് നിന്ന് ഉയർത്തട്ടെ. വീണെടുത്ത് നിന്ന് എണീറ്റ് നമുക്ക് വീണ്ടും അബാപിതാവിൻ്റെ കരവലയത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. വചനങ്ങൾ തന്നെ പറയുന്നു, നിന്റെ പാപത്തിൻ്റെ നിറം എത്ര കടും ചുമപ്പാണെങ്കിലും ഞാനത് വെണ്മയുള്ളതാക്കും. അതിനുള്ള കഴിവ് ഉള്ളവനാണ് നമ്മുടെ കമ്പാഷനേറ്റ് ആയിട്ടുള്ള നമ്മുടെ ദൈവം. ശിക്ഷിക്കുന്ന ഒരു ദൈവമല്ല നമുക്കുള്ളത്, രക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടേതെന്നുള്ള ചിന്ത എത്ര മനോഹരം. അതൊരു പക്ഷേ ക്രിസ്തു അനുയായികൾക്ക് മാത്രം ലഭിച്ചിട്ടുള്ള ഒരു പ്രത്യേക പ്രിവിലേജ് ആണ്. അതുകൊണ്ട് ഈ പാപത്തിൻ്റെ ഭാരം, നമ്മൾ പാപം ചെയ്യാതെ ജീവിക്കാനൊന്നും നമുക്ക് സാധിക്കുകയില്ല. എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ പാപം ചെയ്യും. പാപം ചെയ്യണ്ട എന്ന് കരുതി ജീവിച്ചാലും മനുഷ്യരായതുകൊണ്ട് നമ്മൾ പാപാവസ്ഥയിൽ വീണു പോകും. അപ്പോൾ അവിടെ നിരാശയിൽ അവിടെ തന്നെ കിടക്കാതെ എണീറ്റ് വീണ്ടും ക്രിസ്തുവിലേക്ക് തിരിയുക. ഇതാണ് ഇന്നത്തെ വചനം നമ്മളോട് പറയുന്നത്. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അനുസരിക്കാൻ തയ്യാറെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. ഈ ഒരു തുറവിയിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു. പാപം ചെയ്യുമ്പോൾ കുറ്റബോധവും നിരാശയും തോന്നുമ്പോൾ സന്തോഷിക്കുവിൻ. കാരണം നമ്മൾ ദൈവത്തിൻ്റെ മകനും മകളുമായതുകൊണ്ടാണ് നമുക്ക് കുറ്റബോധം തോന്നുന്നത്. ഒരു ഗോഡ്ലി എലമെൻറ്റ്, ഒരു പരിശുദ്ധ ആത്മാവ് നമ്മളിൽ വസിക്കുന്നത് കൊണ്ടാണ് നമുക്കൊരു മൃദുലമായ ഹൃദയമുള്ളതും ചെറിയ പാപങ്ങൾ പോലും ചെയ്യുമ്പോൾ നമുക്ക് കുറ്റബോധം തോന്നുന്നത്. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ആബാ പിതാവേ, അങ്ങ് മനസ്സാവുകയാണെങ്കിൽ പാപങ്ങളെ കൂടുതൽ ചെറുത്ത് തോൽപ്പിക്കുവാനുള്ള ശക്തിയും കൃപയും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. അങ്ങയുടെ യഥാർത്ഥ സന്തോഷം എപ്പോഴും ഞങ്ങളിൽ നിലനിൽക്കട്ടെ. ആ സന്തോഷത്തിന് കുറവ് വരുമ്പോഴൊക്കെ അങ്ങയിലേക്ക് തിരിയുവാനും അങ്ങയെ ചേർത്ത് പിടിക്കുവാനും അങ്ങയുടെ ചിറകൻ കീഴിൽ അഭയം തേടുവാനുമുള്ള ഒരു വിവേകം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. ഗോഡ് ബ്ലെസ്.